സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ശക്തനായ ക്രിസ്തുവിന് വേണ്ടി അത്യന്തം അധ്വാനിച്ച നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അനേകരെ ക്രിസ്തുഭക്തരാക്കിയ ശ്രീമാൻ പൗലോസിനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ വിശുദ്ധ ബൈബിളിലെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അല്പസ്വല്പം പറയുവാൻ കർത്താവ് ദൈവത്തെ ശരണപ്പെടുന്നു. പ്രിയജനമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പൗലോസും മറ്റ് 276 പേരും കപ്പലിൽ റോമിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ കൊടുങ്കാറ്റ്, പേമാരി, തിരമാലയുടെ തള്ളിക്കയറ്റം. കപ്പൽ തകർന്നു. കപ്പലിൻ്റെ പലകമേലും മറ്റും പിടിച്ച് 276 പേർ അടുത്തുള്ള കരയ്ക്കെത്തി. കരയുടെ പേര് മെലീത ദ്വീപ്. പൗലോസ് അപ്പോസ്തലനും കൂടെയുണ്ട്. അവരവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പ ശീതകാലമാണ്. അവിടെ ബർബരന്മാർ തണുപ്പ് മാറ്റാൻ വിറക് കത്തിച്ച് വിറകിനെടുത്ത് ചുറ്റുമിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൂട്ടിലവിടെ പോയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ വിറക് വാക്കി തീയിലേക്കിടുമ്പോൾ ഒരണലി പൗലോസ് അപ്പോസ്തലൻ്റെ കയ്യിൽ പറ്റി. സ്തോത്രം. അപ്പോസ്തലൻ ആണലിയെ കുടഞ്ഞു കളഞ്ഞു തീയിലോട്ട്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇത് കണ്ടപ്പോൾ അവിടുത്തെ നിവാസികൾ ബർബരന്മാർ പറഞ്ഞു, കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ജീവിച്ചിരിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ പൗലോസ് ചത്തു വീഴും, മരിച്ചു വീഴുന്നൊക്കെ കരുതിയിരുന്ന് കുറേ നേരം നോക്കിയിരുന്നിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദേവൻ ദേവൻ എന്ന്. പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് മടങ്ങി യാത്ര തിരിക്കുമ്പോൾ ഏറെ സമ്മാനം കൊടുത്ത് പൗലോസ് അപ്പോസ്തലൻ അവിടുത്തെ ജനങ്ങൾ മാനിച്ചു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പൗലോസ് അപ്പോസ്തലന് അറിയാം, തനിക്ക് അണില് കടിച്ചാലും കപ്പൽ ഛേദത്തിൽപ്പെട്ടാലും മരണമോ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. കാരണം പൗലോസ് അപ്പോസ്തലനെ ഉടയവനായ ദൈവത്തിങ്കിൽ നിന്ന് വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ പൗലോസ് റോമിൽ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഈ വാഗ്ദത്തം നിറവേറ്റാത്ത കാലത്തോളം പൗലോസിന് അണലിയെയോ കപ്പൽ ഛേദത്തെയോ അണലി കടിക്കുന്നതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. തനിക്കൊരു വസ്തു സംഭവിക്കുകയില്ല. കാരണം ദൈവിക വാഗ്ദത്തം നിലനിൽക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവിക വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തി വാഗ്ദത്ത പ്രകാരം ജീവിക്കാൻ കൃപയാകട്ടെ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുക സ്വർഗത്തിലേക്ക് വന്നിട്ട് മുമ്പേ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയായാൽ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. സ്തോത്രം സ്തോത്രം. അപ്രകാരം വാഗ്ദത്തം ലഭിച്ച ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വർഗരാജ്യമാണ്. കോടാനുകോടി വർഷേശ്വരനോടൊത്ത് സത്യത്തിൽ ആരാധിച്ച് സ്വർഗത്തിൽ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിതം നയിക്കാം. അല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ, സ്വർഗത്തിലേക്ക് വരാൻ തയ്യാറില്ല എങ്കിൽ ഒരു വേറെ മാർഗമില്ല. നരകമാണ് മുമ്പ്. സ്വർഗം അല്ലെങ്കിൽ നരകം, മൂന്നാമതൊന്നുമില്ല. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനും. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നെങ്കിൽ സ്വർഗരാജ്യം സുനിശ്ചിതമാണ്. ഇല്ല എങ്കിൽ സാത്താനും അവൻ്റെ ദൂതന്മാരും അവൻ്റെ പുഴുക്കളും ഗന്ധക്കളും ഉള്ള തീയിൽ കോടാനുകോടി വർഷം കിടക്കേണ്ടി വരും. മരിച്ചവർക്ക്
മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രാർത്ഥന നടത്തിയിട്ടൊരു കാര്യമില്ല. മരിച്ചൊരു നരകത്തിലുള്ളൊരു നരകത്തിൽ തന്നെ നരകത്തിന് സ്വർഗം നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അബ്രഹാമിൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ. ലാസറിനെ എന്ന് അയക്കണമേ സഹോദരങ്ങളുടെ അടുത്തോട്ട് ഭൂമിയിലോട്ട്. അബ്രഹാം പറഞ്ഞു ഇല്ല, ഇവിടുന്ന് അവിടെ പ്രവാചകന്മാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ലാസർ ചെന്ന് അവിടെ പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. പറഞ്ഞയച്ചില്ലല്ലോ. ലാസറിനോട് ഇവിടുന്ന് എനിക്ക് ഇവിടുന്ന് ധനവാൻ്റെ അടുത്ത് ധനവാന് പറയുന്ന ലാസറിനെ അയക്കാൻ ഞാൻ ധനവാൻ സഹോദരനോട് പറയാൻ സ്വർഗ നരകം ഉണ്ടെന്നേ. അപ്പോൾ അബ്രഹാം പറഞ്ഞു അവിടെ ഭൂമിയിൽ ലോകത്ത് പ്രവാചകന്മാരും ആൾക്കാരൊക്കെ ഉണ്ട്, ദേവജനുണ്ട്, ദേവദാസന്മാരുണ്ട്. അവരോട് ചോദിച്ച് പഠിക്കട്ടെ, എന്നിട്ട് സ്വർഗത്തിക്ക് വരട്ടെ. ഇവിടുന്ന് ഒരാൾ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അബ്രഹാം പിതാവ് പറഞ്ഞു ധനവാനോട്. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശു എന്ന നാമം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ല മറ്റൊരു നാമവുമില്ല. സർവം മുഴങ്ങാലും മടങ്ങുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോൾ സന്ദേശത്തിന് ജീവിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാൽ കർത്താവിന് മുമ്പിൽ താണുവാണെങ്കിൽ കർത്താവിൻ്റെ ക്രോധത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കോടാനുകോടി വർഷം നരകത്തിൽ ജീവിക്കാനാണ് ഉദ്ദേശം. അതോ ക്രിസ്തുവിനോട് സന്തോഷ സമാധാനത്തിൽ ദുഃഖമില്ലാത്ത, കഷ്ടമില്ലാത്ത, പട്ടിണിയില്ലാത്ത, പരിഭവമില്ലാത്ത നാട്ടിൽ ക്രിസ്തുവിനോടൊത്ത് ദൂതന്മാരോടൊത്ത് വിശുദ്ധന്മാരോടൊത്ത് ജീവിക്കാൻ തയ്യാറാണോ? ദൈവത്തിന് സമർപ്പിക്കുക. ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പന അനുസരിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ആ ദൈവസ്നേഹത്തിന് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ചുറ്റ വടക്കൻ ആക്കിക്കാവുക.